സിയാം മർഹബ. ഞാനുള്ളത് ദേര അബുഹയിലാണ്. ഇന്ന് നമ്മൾ മലപ്പുറം ജില്ല ദുബായ് KMCCയുടെ IT ആൻഡ് മീഡിയ വിങ് ഒരു ട്രിപ്പ് പോവാണ്. നമ്മളെ തലക്ക് മേലക്കൂടെ വിമാനങ്ങൾ പറക്കുന്നുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ വെറൈറ്റിയാണ്, കണ്ടുനോക്കി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ RTയുടെ പാർക്കിംഗ് ഫ്രീ ആണ്. ഞാനും എൻ്റെ വാഹനം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരൊക്കെ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. മിക്കവാറും ആൾക്കാർ നല്ലൊരു പാർട്ടി മൂഡിലാണ്. ചില ആൾക്കാർ കല്യാണത്തിന് പോകുന്ന മാതിരി ഇൻസൈഡൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും ഇവരൊക്കെയാണ് ടൂർ പോകുന്ന എൻജോയ് ചെയ്യുന്ന ആൾക്കാർ. അയ്യാ മക്കളെ, അപ്പോൾ ട്രിപ്പ് മോഡലാണ് എല്ലാവരും. സംഭവം ഞങ്ങൾ ഫുജേറിക്ക പോകുന്നത്, പക്ഷേ പട്ടി വിചാരിച്ചിട്ട് നമ്മൾ പട്ടായക്കാന്ന്. സംഭവം അതിരാവിലെ 7 മണിയായിട്ടുള്ളതെങ്കിലും സൂര്യൻ നല്ല കത്തി നിൽക്കുകയാണ്. അടിപൊളി ചൂടാണ്. ഇവിടെ അതാ കുറേ ചങ്ങായിമാർ ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അതിരാവിലെ ചൂടിന് വെക്കാതെ ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട്. പിന്നെ അതാ അടുത്ത വിമാനം ലാൻഡിങ്ങിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ത്യയിൽ നിന്നും കുറേ പ്രതീക്ഷകളുമായി ഒരുപാട് പേരുമായി എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നഹാ സാഹിബൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫ്ലാഗ് ഓഫിനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും നല്ല ആവേശത്തിലാണ്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുന്നു പറഞ്ഞുകൊണ്ട് അപ്പോൾ ഫ്ലാഗ് ഓഫ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അത്യാവേശത്തിലാണ്. അപ്പോൾ നമ്മൾ പുറപ്പെടുകയായി. വീണ്ടും ഇതാ അടുത്ത ഫ്ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തതും എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു ദിവസം എത്ര ഫ്ലൈറ്റുകളല്ല ഇമാറാത്തിലെത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പിത്താൻ ഇന്നത്തെ പരിപാടിക്ക്. എല്ലാവരും ഓൺ ബോർഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ പൈലറ്റിൻ്റെ കൂടെ കോ പൈലറ്റ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അന്ധമായ വഴികളിലൂടെ. നിങ്ങളുടെ യാത്രയെ കുറിച്ച് എന്താ പറയുള്ളത്? കണ്ടക്ടർ പെരുമാറ്റത്തിലുള്ളൂ, പക്ഷെ ചെക്കര തന്നെ മുന്നേ ചെക്ക് ചെയ്ത് പോയി. കൊറേ പൈസ ഉണ്ട്. സാൻഡ്വിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ സാധനം വരുന്നുകൊണ്ടിരിക്കുന്നു. Come on.
അങ്ങനെ നമ്മൾ ബസ്സിൽ ഫുജൈറ പോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഫുജൈറ കടപ്പുറത്ത് ദിബ്ബാൽ ഫുജൈറ. നമ്മളെ കപ്പൽ അവിടെ ഇരിക്കുന്നുണ്ട്, വലിയ ക്രൂസ്, അതിൽ നമ്മൾ പോകാനുള്ളത്. അങ്ങനെ എല്ലാവരും ഇതാ കപ്പലിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ബസ് സ്റ്റാൻഡ് വിട്ട് പോവാണ്. അങ്ങനെ നമ്മളെ കപ്പൽ ഫുജൈറ പോർട്ട് വിട്ടിരിക്കുകയാണ്. ആയക്കടലിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ കാറ്റാണ്. വല്ലതും കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. ബോട്ട് കുതിച്ചു പായുന്നു. ടൈറ്റാനിക്കിലെ നായകനെ പോലെ നാസർ സാഹിബ്. മുസ്തഫ സാഹിബും ടൈറ്റാനിക്കിനെ ഓർമ്മിപ്പിക്കും ഇത്.
നിന്റെ പൂമണിമാരൻ മാസനിലാവ് പോലെ പോലെ കന്നിരിക്കും മാരനേരി പെണ്ണാളെ ഉണ്ടിൽ മധുരമില്ലാരനു നീ നൽകൂടെ കരളിലെ കുയിലിലെ ഉണർത്തുന്ന കതിരെ മണിമുത്ത് വിതറുമ്പോൾ ചിരിക്കുന്ന സരസെ തിരയിലെ തിലക്കമായി തിരിയുന്ന മലരെ കരളിലെ കുയിലിലെ ഉണർത്തുന്ന കതിരെ മണിമുത്ത് വിതറുമ്പോൾ ചിരിക്കുന്ന സരസെ ഓമാരൻ നിനക്കീതാ വരുന്നു മോനെ ുമായി ഇതാ വരുന്നേ മധുവർണ്ണല്ലേ മധുരപ്പാ റോപ്പ് എടുത്തോട്ടെ പോയിക്കോ നിങ്ങൾ പോയിക്കോ തട്ടി 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 पानी में किसी ने पाँव नहीं डाला पाँव नहीं डाला पाँव उधर बैलेंस करें ओके दैट स्ट्रेट करें कैसा पकड़ो बताओ ओके या सी ओ मुजीब भाई अब हम लोग कोई कर रहा वाह बोले
പോയി വരൂ പോയി വരൂ. വരി വരി വരി. എന്താ പാടേ? എന്തായാലും വീഴാതെ വരണം ഞങ്ങളെ കൂടെ. വീണോ ഒരു കവിത കവിത വെള്ളത്തിലിരുന്ന് കവിത എഴുതുക. അയാൾ വെള്ളത്താണ്. ഇതെങ്ങനെ പോ?
नहीं है, मुश्किल नहीं है, लड़के नहीं है तो प्रॉब्लम नहीं है। जल्दी करने पर മെസ്സി 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 നാളെ കളിക്കല്ല ഇവിടെ ബാലിന് കാര്യം നാളെ കിട്ടുള്ളൂ ബാലിന് കാര്യം ഇവിടുന്ന് കാര്യം കൂടി ഇങ്ങോട്ട് ഇവിടുന്ന് കാര്യം ഇവിടുന്ന് കാര്യം എന്നിട്ട് അടി കൂടി നീന്തി വരും ഇതിന്റെ അടുത്തേക്ക് ക്യാമറ അടി ഞങ്ങള് ചാടിക്കോളേ ഞങ്ങളൊക്കെ ഇപ്പൊ ചാടി അവിടുന്ന് മക്കളെ ഇതാണ് മക്കളെ മുതല് ചൂണ്ടിലിട്ട് പിടിച്ചാണ് ഭീകരനാണ് അവൻ. അപ്പോ നമ്മളെ കൂടെ ഇന്ന് സഫ്നുണ്ട്. സഫ്നയാണ് നമ്മളെ ഈ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിരുന്നത്. അപ്പോൾ ഉഷാറായിരുന്ന പരിപാടി. എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ ഓഫർ ചെയ്യുന്നത്? നമുക്ക് ഇതൊരു വൺ ഡേ ട്രിപ്പാണ്. വിസിറ്റ് വിസയിലുള്ളവർക്കും റെസിഡൻസ് വിസയിലുള്ളവർക്കും ഒരുമിച്ച് വരാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ്. നമുക്ക് ആക്ടിവിറ്റീസ് വരുന്നത് ബനാന ബോട്ട് റൈഡ്, സ്പീഡ് ബോട്ട് റൈഡ്, കയാക്കിംഗ്, ഫിഷിംഗ്, സ്നോർക്ലിംഗ്, സ്വിമ്മിംഗ് ആണ്. ലഞ്ച് ഇൻക്ലൂഡഡ് ആണ്. ബുഫറ്റ് ആണ് വരുന്നത്, വെജ് ആൻഡ് നോൺ വെജ്. ഈവനിങ്ങിന് ടീ കോഫി ബിസ്ക്കറ്റ്സ് ഉണ്ടാവും, മോർണിംഗിന് ഫ്രൂട്ട്സ് ഉണ്ടാവും. 7 hours എബോവ് ഉണ്ടാവും. ഇനിയിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദുബായ്, ഷാർജ, റാസൽ ഖൈമ പിക്കപ്സ് അവൈലബിൾ ആണ്. പുതിയത് പിടിച്ചു വന്നിട്ടുണ്ട്. ജീവല്ലേ ഫ്രഷ്
നമ്മളെ യാട്ടിൻ്റെ ഒരു ബെഡ്റൂമിലാണ്. ഇതിൻ്റെ അടിയിലൊരു ബെഡ്റൂം ഉണ്ട്, കണ്ട. ഇവിടെ ഇരിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലം, പുറത്തെ കാഴ്ചകൾ കാണാം ബെഡ്റൂമിൽ ഇരുന്നിട്ട്. ഇതൊരു ബെഡ്റൂം. ഇതിൻ്റെ ഇപ്പുറത്ത് പോയാൽ അതേമാതിരി ഒരു ബെഡ്റൂം, ഒരു ചെറിയ കബോർഡ്, AC ഇതൊക്കെ ഉള്ള ടൈപ്പ്. ഇവിടെ നിന്നും പുറത്തേക്ക് നല്ലൊരു വിൻഡോ എടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചമായതുകൊണ്ടാണ് പുറത്ത് കാണാത്തിട്ടോ. എൻ്റെ അടിപൊളി വൈബാണ്. ഇതൊരു ജനറേറ്റർ റൂം, വാഷാനോടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു VIP വാഷ്റൂം ഉണ്ട്, അധികം ആരും യൂസ് ചെയ്യാത്ത. അപ്പോൾ ഇതാണ് 2 ബെഡ്റൂം. പിന്നെ മേലോട്ട് കയറണമെങ്കിൽ നമ്മളെ മെയിൻ ഹാള്. മറന്നു പോയോ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും. നിന്നെ ഞാൻ കണ്ട് കളി വീട്ടിലിരിക്കുമ്പോൾ, നിന്നെ ഞാൻ കണ്ട് കളി വീട്ടിലിരിക്കുമ്പോൾ, പുതുമാരൻ വരുന്നെന്ന് പറഞ്ഞോളല്ലേ നീ, പുതുമാരൻ വരുന്നെന്ന് പറഞ്ഞോളല്ലേ. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും, ചെറുപ്പത്തിൽ രണ്ടും മണ്ണ് വാരി കളിക്കുമ്പോൾ, അന്ന് തമ്മിൽ പറഞ്ഞതും മറന്നു പോയോ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും. അറിഞ്ഞിരിക്കുന്നത് കൈയടിച്ചില്ല. മാഷാ അല്ലാ, അടിപൊളി പാട്ടായിരുന്നു. ഇപ്പോൾ കുറെ ആൾക്കാർ കയറിയിട്ടില്ല. സംഭവം ഫ്രഷ് വാട്ടറിൽ കുളിക്കുന്നുണ്ട്.
ചിക്കൻ ബിരിയാണി ഉണ്ട്, വൈറ്റ് റൈസ് ഉണ്ട്, ന്യൂഡിൽസ് ഉണ്ട്, മക്രോണി ഉണ്ട്, വെജിറ്റബിൾ കറി ഉണ്ട്, ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി, ഒരു വെജിറ്റബിളും ഒരു ദാൽ ഫ്രൈ ആണ് കേട്ടോ. നല്ല ഫ്രഷ് സലാഡ് ഉണ്ട്. नूडल्स पास्ता वेजी दाल ബിരിയാണിയിൽ പരിപ്പ് കറി, ഇത് ചിക്കൻ എല്ലാം കൂടി മിക്സ് ആക്കി വെക്കാം. अल्लाह ही अल्लाह किया करो, दुख दे किसी को दिया करो, जो दुनिया का चिट्ठी आई है चिट्ठी आई है वतन से मिट्टी आई है. അങ്ങനെ ഒടുവിൽ നമ്മളെ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്ന തിരിച്ച് ഗുജറാത്ത് ഇപ്പോൾ ബോട്ടിലെത്തിയിട്ടുണ്ട്. ആരൊക്കെ അവിടെ ഇറങ്ങിയിട്ട് ഈത്തപ്പഴം അടിച്ചു മാറ്റുന്നുണ്ട്. പോലെ പ്രകാശിക്കും പാണക്കാട്ട് തങ്ങളെ, ഉച്ച പോലെ പ്രകാശിക്കും പാണക്കാട്ട് തങ്ങളെ, ഇച്ഛ നിറവേറ്റും ഞങ്ങൾ സിന്ദാബാദ്, ഇച്ഛ നിറവേറ്റും ഞങ്ങൾ സിന്ദാബാദ്. പിച്ച വെച്ച നാളെ തൊട്ട് പച്ചപ്പടയിൽ ചേർന്നു ഞാൻ, പിച്ച വെച്ച നാളെ തൊട്ട് പച്ചപ്പടയിൽ ചേർന്നു ഞാൻ, ഉച്ചത്തിലായി ജയ് വിളിച്ചു സിന്ദാബാദ്, ഉച്ചത്തിലായി ജയ് വിളിച്ചു സിന്ദാബാദ്. നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ? കിട്ടിയിട്ടില്ല, ഞങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്റെ സീറ്റ് മാത്രമല്ല പയമ്പരി പോയാ. രണ്ടും കൂടെ ആദ്യമായിട്ട് വിളിക്കണം. കുറച്ച് സ്റ്റാൻഡേർഡ് സാധനമാണ്. ചെറിയ കഷ്ണം മതി. അതേതാ പുതിയ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടില് മഴ പെയ്യുമ്പോൾ ഇടേണ്ട പന്തല് വേറെയാണ്, മഴ പെയ്യേണ്ടാത്തപ്പം ഇല്ലാത്തപ്പം ഇടുന്ന പന്തല് വേറെയാണ്. അതെ, പക്ഷെ അതിലൊരു അമ്മനാജ് കുറച്ച് പ്രായമുള്ള ആളും ഈ കാലാവസ്ഥ ഒക്കെ ആകാശമൊക്കെ നോക്കി ഇവർക്ക് സത്യസന്ധമായിട്ട് തന്നെ പറയാൻ പറ്റും പെയ്യോ ഇല്ല എന്നുള്ളത്. നമ്മളിപ്പോ ഈ അമ്മക്ക് ഈ
TV വിനാസന്റെ കല്യാണത്തിന് യാമോൻകാരോട് ഈ അഭിപ്രായം ചോദിച്ചാലുണ്ടാവും. യാമോൻക പറയാണ് പന്തലിടണ്ട, മഴ പെയ്യില്ല, ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. എന്നിപ്പോ യാമോൻക പറഞ്ഞാൽ നമ്മളത് കേൾക്കണല്ലോ. അതെ. ഏതായിരുന്നാലും മോക്കരാജി അഹമ്മദാജി പറഞ്ഞത് കേട്ടിട്ട് പന്തലിടണ്ട എന്നുള്ള തീരുമാനത്തിലെത്തി. തുണിപ്പന്തല് മതി. പക്ഷെ അപ്പോഴും പോക്കരാജ് ഇങ്ങനെ ആലോചനയിലാണ്. ആ ആലോചിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. ചോദ്യം